ഉറപ്പായും എസ് കെ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ തലച്ചോറുകളിലേക്ക് സങ്കടത്തിന്റെ കൊള്ളിയാൻ പായാൻ തുടങ്ങുന്ന മണിക്കൂറുകളാണ്, നമുക്ക് ചങ്കിടിപ്പ് കൂടാൻ തുടങ്ങുന്ന മണിക്കൂറുകളാണ്. നമ്മുടെ പ്രിയപ്പെട്ട MD ഇനിയില്ല, ഇനി അല്പസമയത്തിനകം അദ്ദേഹം ഈ ലോകം വിട്ടു പോകുന്നു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുന്ന മണിക്കൂറുകളാണ്. എസ് കെ ഇവിടെ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഇവിടെ ഔദ്യോഗിക ബഹുമതിക്കുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. അവിടെ നിന്ന് ആംബുലൻസ് പതിയെ മാത്രമാണ് ഇങ്ങോട്ടേക്ക് സഞ്ചരിക്കുന്നത്. പക്ഷേ എങ്കിൽ കൂടി അധിക സമയം എടുക്കില്ല. അവിടുന്ന് ഒരു പരമാവധി 3-3.5 കിലോമീറ്റർ മാത്രമാണ് ഇങ്ങോട്ടേക്ക് ഈ മാവൂർ റോഡിലെ ശ്മശാനത്തിലേക്ക് ഈ സ്മൃതിപഥത്തിലേക്ക് ഉള്ള ദൂരം. വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് എത്തും. ട്രാഫിക് നിയന്ത്രിച്ച് ഏതെങ്കിലും തരത്തിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവുകയില്ല. എന്തായാലും വളരെ പെട്ടെന്ന് അല്പസമയത്തിനകം തന്നെ ആംബുലൻസിൽ ആ മൃതശരീരം ഇങ്ങോട്ടേക്ക് എത്താൻ പോകുന്നു. ഇവിടെ വന്നാൽ സർക്കാരിന്റെ ഒരു ലാസ്റ്റ് സല്യൂട്ട് കൊടുക്കാൻ പോകുന്നു. അത് കൊടുക്കാതിരിക്കാൻ നിർവാഹമില്ല. എസ് കെ ഇപ്പോൾ ഔദ്യോഗിക ബഹുമതികൾ വേണ്ട എന്ന് MD പറഞ്ഞിരുന്നു. അതുകൊണ്ട് വീട്ടിൽ വെച്ചുള്ള ഔദ്യോഗിക ബഹുമതി ഒഴിവാക്കി. ഇവിടെ നമ്മുടെ മലയാളത്തിന്റെ അംബാസഡർ എന്നൊക്കെ വിളിക്കാവുന്ന നമ്മുടെ കാലഘട്ടത്തിലെയും പോയ കാലഘട്ടത്തിലെയും വരാനിരിക്കുന്ന കാലഘട്ടത്തിലെയും ഒക്കെ ഏറ്റവും തലപ്പൊക്കമുള്ള ഒരു മലയാളത്തിന്റെ ഒരു മഹാമനീഷിക്ക് നമുക്ക് സർക്കാർ വക ഒരു ലാസ്റ്റ് സല്യൂട്ട് കൊടുക്കാതെ യാത്രയാക്കാൻ നിർവാഹമില്ല. ഇവിടെ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിരിക്കുന്നു. മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉണ്ട്, MP രാജേഷ് ഉണ്ട്, മന്ത്രി AK ശശീന്ദ്രനുണ്ട്, കടന്നപ്പള്ളി രാമചന്ദ്രനുണ്ട്, TP രാമകൃഷ്ണനുണ്ട്. അങ്ങനെ ഇവിടുത്തെ ഭരണ നേതൃത്വം ഒന്നടങ്കം, രാഷ്ട്രീയ സാംസ്കാരിക ഭരണ നേതൃത്വം ഒന്നടങ്കം മാവൂർ റോഡിലുള്ള ഈ സ്മൃതിപഥം എന്ന് പറയുന്ന ഈ ശ്മശാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഇവിടെ വന്നാൽ അതും സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതി കൊടുക്കൽ അധിക സമയം നീളുന്ന ഒരു പ്രൊസീജിയറല്ല. വളരെ പെട്ടെന്ന് അതും കഴിയാൻ പോകുന്നു. അതും കഴിഞ്ഞതിന് ശേഷം ഇതിനകത്തുള്ള നവീകരിച്ച പുതിയ ഗ്യാസ് ചേമ്പർ വെച്ച് തയ്യാറാക്കിയിരിക്കുന്ന ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകും നമ്മുടെ പ്രിയപ്പെട്ട MD ഉറപ്പായും എസ് കെ അതിനുശേഷമാണ് നമ്മൾ അനുഭവിക്കാൻ പോകുന്ന വല്ലാത്ത ശൂന്യത. MD ഇല്ലാത്ത മലയാള ഭാഷ, MD ഇല്ലാത്ത കേരളവും നമ്മൾ നാളെ മുതൽ അവിടെ ജീവിച്ച് ശീലിക്കാൻ പോകുന്നു. അതെങ്ങനെയാകും എന്നുള്ളത് അത് നമ്മൾ അനുഭവിച്ചു കഴിയുമ്പോൾ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. എന്തായാലും ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്ന ഇവിടെ ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമാണ്. ഇവിടെ ഈ നവീകരിച്ച ശ്മശാനത്തിൽ വരുന്ന ആദ്യ അതിഥി MD ആണ് എന്നൊരു സങ്കടം കൂടി ഈ കാര്യത്തിലുണ്ട്. ഇത് വിലാപയാത്ര വേണ്ട എന്ന് കർശനമായി തന്നെ MD പറഞ്ഞതാണെങ്കിൽ കൂടിയും ആംബുലൻസിനെ അനുഗമിക്കാതിരിക്കാൻ അവർക്ക് വയ്യ. എസ് കെ അവിടെ വന്ന് തടിച്ചുകൂടിയ ആയിരക്കണക്കിന് ആളുകൾക്ക് അവരുടെ പ്രിയപ്പെട്ട കഥാകാരൻ അവസാന യാത്രയ്ക്ക് പോകുമ്പോൾ അതിന്റെ പിന്നാലെ നടക്കാതിരിക്കാൻ അവർക്ക് വയ്യ. ഉറപ്പായും അതൊരു ഇൻഎഫക്റ്റീവ് വിലാപയാത്ര പോലെ ആവുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. മാത്രമല്ല ആംബുലൻസിനും ഒരു പരിധിയിൽ കൂടുതൽ വേഗത എടുത്ത് ഇങ്ങോട്ടേക്ക് വരൽ ആ റൂട്ടിൽ കൂടെ അസാധ്യമാണ്. അതുകൊണ്ട് ആംബുലൻസിനെ, അവരുടെ പ്രിയപ്പെട്ട കഥാകാരൻ ആംബുലൻസിനുള്ളിലുണ്ട്. അവരുടെ പ്രിയപ്പെട്ട കഥാകാരനെ, അവരെ ഒരുപാട് വിസ്മയിപ്പിച്ച, അവർക്ക് ഒരുപാട് വാക്കുകൾ കൊടുത്ത, അവർക്ക് ഒരുപാട് പ്രതീക്ഷകൾ കൊടുത്ത, അവരവരുടെ ജീവിതത്തിന്റെ പല സന്നിഗ്ധ ഘട്ടങ്ങളിലും അങ്ങനെ റിലേറ്റ് ചെയ്ത് വലിയ ആശ്വാസം കൊണ്ട് താങ്ങ് കണ്ടെത്തി അവരുടെ പ്രിയപ്പെട്ട കഥാകാരനെ അവർ ഉറപ്പായും അനുഗമിച്ചില്ലെങ്കിൽ ഇത് മലയാളിയല്ല. അപ്പോൾ അനുഗമിച്ച് അവർ ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നാൽ പിന്നെ വളരെ പെട്ടെന്ന് തന്നെ എല്ലാ ചടങ്ങുകളും കഴിയാം. ഇവിടെ മറ്റു ചടങ്ങുകളൊന്നും ബാക്കിയില്ല. സംസ്ഥാന സർക്കാരിന്റെ ഒരു ഔദ്യോഗിക ബഹുമതി നൽകൽ മാത്രമേ ഉള്ളൂ. ഉറപ്പായും എസ് കെ മഹാമേരു യാത്രയാവുന്നു. വല്ലാത്ത എന്താണ് പാതാളത്തോളം ആഴത്തിൽ വേരുകൾ താഴ്ത്തിയ ആകാശത്തിന് 7 അടരുകൾ ഉണ്ടെങ്കിൽ 7ആം ആകാശത്തോളം അതിന്റെ ചില്ലകൾ പടർന്നു പന്തലിച്ച MD എന്ന് പറയുന്ന ഒരു മഹാവൃക്ഷം, അതിന്റെ ഭൗതിക സാന്നിധ്യം ഇനി നമുക്കില്ല. ഇനി അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ, ഈ പറയുന്ന സേതുവും ഈ പറയുന്ന ഭീമനും എല്ലാം ഈ പറയുന്ന അനാദിയായ ഈ പറയുന്ന കാലാധിപത്യം. MD ഒരു കാലമായിരുന്നു, ആ കാലം കഴിയുന്നു. ആ കാലം കഴിയുമ്പോഴേക്കും ആ കാലം അത് കാലാധിപത്യമാകുന്നു. എല്ലാ കാലത്തേക്കും. നേരത്തെ ആകാശവാണിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ഉദ്യോഗസ്ഥ പറയുന്നുണ്ടായിരുന്നു, സ്കാൻ MD നമ്മുടെ ഭാഷയെ അനാഥമാക്കിയെന്ന് പറയുന്നത് ശരിയല്ല. MD നമ്മുടെ ഭാഷയെ സനാഥമാക്കിയിട്ട് തന്നെയാണ് പോയത്. വരും കാലത്തേക്ക് വേണ്ടിയുള്ള ഒരുപാട് എഴുത്തുകൾ സംഭാവന ചെയ്തിട്ടാണ് MD വാസുദേവൻ നായർ യാത്രയാവുന്നത്. അതുകൊണ്ട് MD അനാഥമാക്കിയിട്ടല്ല, MD ഭാഷയെ സനാഥമാക്കിയിട്ട് തന്നെയാണ് പോകുന്നത്. ആ MDക്ക് ആദരമർപ്പിക്കാൻ ഇപ്പോഴും ഈ ശ്മശാനത്തിലേക്കും നൂറുകണക്കിന് ആളുകൾ ഇങ്ങോട്ടേക്ക് വരികയാണ്.